ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫാലൂദ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചെറു ചൂടോടെ തന്നെ നമ്മൾ കുടിക്കുന്നത് വളരെ ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഫാലൂദയ്ക്ക് വേണ്ടി ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തന്നെ അത് കലക്കി യോജിപ്പിക്കണം. ഒട്ടും തന്നെ കട്ട ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഞാൻ ആ പാലും മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുത്താലും മതിയാകും. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കലക്കി ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട എടുക്കാം. ഒത്തിരി വലുതൊന്നും എടുക്കേണ്ട, ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. പിന്നെ ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 ഏലക്ക ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1 ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നെയ്യ് ആവശ്യമുണ്ട്. ആവശ്യമായ നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട്. മിൽമയുടെ നെയ്യാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ മധുരത്തിന് ആവശ്യമായ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഈ എടുത്തു വെച്ച 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ്. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്കൊരു അരക്കപ്പ് വെള്ളം വേണേ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഈ സിനമണിൻ്റെ പീസ്, എടുത്ത് വെച്ചിരുന്ന കറുവാപ്പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഏലക്ക ചതച്ച് വെച്ചിരുന്ന ഇട്ട് കൊടുക്കുവാണ്. ഇതിന് ആവശ്യമായ പഞ്ചസാര എടുത്ത് വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇത്ര നേരം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴിതെല്ലാം ഏലക്കായും സിനമൺ പീസും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കി. ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞു വരട്ടെ. ഇതൊന്ന് ഒരുവിധം തിളയാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് തിളയായി വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും പാലും കൂടെ മിക്സ് ചെയ്ത് കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീരെ കുറഞ്ഞ തീയിൽ വേണം ഇതിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുവോളം നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീരെ കുറഞ്ഞ തീയിലിട്ടില്ലെങ്കിൽ ഈ മൈദയൊന്നും പെട്ടെന്ന് വെന്തൊന്നും കിട്ടില്ല. അതുകൊണ്ട് മൈദയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയില്ലെങ്കിൽ ഒരു മൈദയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടാകും. അത് വേണം നമ്മൾ നല്ല തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ. മൈദയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പം ഇത് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുവോളം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇത്
ഇത് ഒത്തിരി കുറുക്കി എടുക്കേണ്ട, ഒരു മൈദയൊക്കെ ചേർത്താണ് പെട്ടെന്ന് തന്നെ കുറുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം തീരെ കുറച്ചിട്ട് തിളപ്പിച്ചെടുത്തുകൊണ്ട് മൈദയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ മാത്രം എടുത്താൽ മതി, വലിച്ചു കുടിക്കാൻ പറ്റുന്ന പരുവത്തിന്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ശരിക്കും ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും, നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന പാൽക്കൂട്ടിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമ്മളൊരു സിനമൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, കറുവപ്പട്ട അതിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് കുടിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഉണ്ടാക്കിയെടുക്കാൻ. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫാലൂദ റെഡിയായിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.